അത് നമ്മളൊരു ഷൂട്ട് തുടങ്ങണേക്കാളും ഒരു 2 മാസം മുമ്പ് ഇവിടെ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൻ്റെ അവിടെയുള്ള ഫ്ലാറ്റിലേക്ക് മാറി. ഞാനും പിന്നെ അതിനകത്ത് പ്രൊഡ്യൂസർ മറ്റേ അച്ചു പിന്നെ ഞങ്ങളുടെ ട്രെയിനർ സുഗു ബ്രോ, അത് അച്ചു ബ്രോൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ 3 പേരും കൂടി അങ്ങോട്ട് മാറി ഓസോൺ എന്ന് പറഞ്ഞ ജിമ്മുണ്ട്, അവിടെ പോയിട്ട് വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പയ്യെ ബോക്സിങ്, ഡയറ്റ്, അങ്ങനെ 2 മാസം അങ്ങനെ. അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങിയപ്പോൾ ഇതും പ്ലസ് ഷൂട്ടും. അപ്പോഴാണ് ഭയങ്കര പാടായിരുന്നു, മെൻ്റലി ഫിസിക്കലി ഭയങ്കര ടഫായിരുന്നു. പക്ഷെ അതിനെല്ലാം നമ്മൾ ഓവർകം ചെയ്ത്, നേരത്തെ ബ്രോ പറഞ്ഞില്ല ആ ചലനങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അതൊക്കെ നമ്മൾ മാക്സിമം നമ്മുടേതായ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. സ്ക്രീനിൽ കാണാൻ പറ്റുമായിരിക്കും. ഈ സ്പോർട്സ് സിനിമകളോട് നമുക്ക് ഭയങ്കര കമ്പമാണ്. പക്ഷേ ഈ കമ്പക്കാരെല്ലാം വരുന്നത് ഈ സ്പോർട്സുമായിട്ട് എങ്ങനെയെങ്കിലും റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഷൂട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ഭയങ്കര ഒരു സ്പിരിറ്റോട് കൂടി ചെയ്തില്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റം കിട്ടില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ അങ്ങനെ ക്യാരക്ടേഴ്സ് ശരിക്കും ആവേശിക്കണം. ലാലേട്ടനൊക്കെ പറയുന്നത് മാതിരി നമ്മൾ അതായിട്ട് തന്നെ മാറേണ്ട ഒരു അവസ്ഥയുണ്ട്. ഒന്നത് ഫിസിക്കലി നമ്മൾ നന്നായിട്ടിരിക്കണം, പക്ഷെ അവിടെ പെർഫോമൻസ് ഉണ്ട്. ഈ പെർഫോമൻസിൽ നമ്മളൊരു രസം നമ്മൾ തന്നെ അനുഭവിച്ചാലേ അതിൻ്റെ ഒരു മൂവ്മെൻ്റ് ഒക്കെ കറക്റ്റ് ഒരു ഡാൻസിങ് സ്റ്റൈലിൽ തന്നെ വരുള്ളൂ എന്നുള്ളതാണ്. അതെങ്ങനെയായിരുന്നു പെപ്പയുടെ എക്സ്പീരിയൻസ്? ഒന്നാമത് നമ്മൾ ഫിസിക്കലി ഭയങ്കരമായിട്ട് ടയേർഡാവും. പിന്നെ നമുക്കിത് ഇത്ര ഇങ്ങനെ ഒരു സംഭവം ശീലമില്ല. ഞാനൊക്കെ പക്ക ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പെട്ടെന്ന് ഇതിനകത്തേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ആദ്യം ഭയങ്കര പാടായിരുന്നു. പിന്നെ അത് പയ്യെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. ഇതിനകത്ത് എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബു എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. പുള്ളി ഒരു ആസ്ഥാന മടിയനാണ്. അപ്പൊ റിയലി ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ പ്രത്യേകിച്ച് വലിയ പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ക്യാരക്ടർ വൈസ്. പിന്നെ ബോക്സിംഗ് ആയിരുന്നു ഒരു വെല്ലുവിളി. വെയിറ്റ് കുറയ്ക്കുക. എനിക്ക് തോന്നുന്നു ഒരു 23 കിലോ എങ്കിലും വെയിറ്റ് ലോസ് വന്നിട്ടുണ്ട്. അതായത് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 96 ആയിരുന്നത് 74 എത്തി. ഓ, അത്രയും വലിയ മാറ്റം വരുന്നതെന്ന് പറഞ്ഞു. അത് നല്ല പണിയാണ്. ചില്ലറ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റൊക്കെ ഈ വാട്ടർ കട്ട് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഈ 6 പാക്ക് ആ ഒരു ഇതിനകത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ വാട്ടർ കട്ട് ചെയ്യണം. ഇപ്പോൾ ഉപ്പിട്ടിട്ട് വെള്ളം കുടിക്കും 10 ലിറ്റർ ആദ്യത്തെ ഒരു ദിവസം. അത് കഴിഞ്ഞ് 8 ലിറ്റർ 6 ലിറ്റർ അങ്ങനെ കുറച്ച് വെള്ളം അങ്ങോട്ട് ലാസ്റ്റ് അങ്ങോട്ട് വളരെ കുറച്ചാക്കും വെള്ളം. അപ്പം നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഫാറ്റിൻ്റെ ഇതൊക്കെ എടുത്ത് യൂസ് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ മസിൽ ലോസ് ഇല്ലാണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്ന ഒരു പരിപാടിയാണ്. ആ പ്രോസസ്സിൽ ഭയങ്കര പാടാണ് ലാസ്റ്റ്. ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ സമ്മതിക്കണം. ഉണ്ണിബ്രോനെയൊക്കെ സമ്മതിക്കണം, ഒന്നും പറയാനില്ല. കാരണം അവരൊക്കെ കുറേ നാളുകളായിട്ട് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമല്ലേ. നമ്മളൊക്കെ ഇപ്പോഴല്ലേ കളത്തിലേക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രൊഫഷണലി ഈ വീഡിയോസ് ഒക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പ്രാക്ടീസ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു എസൻസ് ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ വീഡിയോ കണ്ടത് വേറൊരു രീതിയിലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഒറിജിനലി അവരെങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, എത്ര റിസ്ക് ആയിരിക്കും, എന്നിട്ടും അവരിങ്ങനെ ചെയ്യുന്നില്ലെന്ന് അങ്ങനെ ചില മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഇത് കാണുന്ന സമയത്ത്? രണ്ടാമത് വീഡിയോ ഇങ്ങനെ വാച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്ത് പോകുന്ന സമയത്ത് അത് ശരിക്കുള്ള ബോക്സിംഗ് നമ്മൾ അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇവര് പൊട്ടപ്പൊട്ടാന്ന സംഭവങ്ങൾ ചെയ്യണം. ഇതിനകത്ത് ഈ ഒഴിഞ്ഞു മാറുന്ന പരിപാടികളുണ്ട്. അത് അവർ വളരെ ഈസി ആയിട്ട് ചെയ്യണം. അത് ശരിക്കും നമ്മൾ കളത്തിലിറങ്ങി നമ്മൾ കൊറിയോഗ്രാഫി വെച്ച് ചെയ്യുമ്പോൾ തന്നെ അത് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു പഞ്ചങ്ങനെ മാറിക്കഴിഞ്ഞ് കിട്ടും നമുക്ക്. മറ്റൊരു ഒറിജിനലി അത് ഇങ്ങനെ മാറി ഒരു പഞ്ച് പോലും കൊള്ളാതെ ഇങ്ങനെ മാറി ഡാൻസ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സമ്മതിക്കണം. അപ്പം നമുക്ക് വീഡിയോ അത്ര സ്ലോ മോഷനിൽ കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഏത് പഞ്ച് വന്നപ്പോൾ അത് മാറിയെന്നുള്ളത്. അത് ഞാൻ എൻ്റെ തന്നെ വീഡിയോസ് ഇരുന്ന് കാണാറുണ്ട്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ വീഡിയോസ് എടുക്കും. അപ്പം നമുക്ക് തന്നെ അതിനകത്ത് നമ്മുടെ ലെഗ് മൂവ്മെൻറ്റിലുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബോഡി ഇതിനകത്തൊക്കെ ഉള്ള മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് നമ്മുടെ തന്നെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഞാൻ കറക്റ്റ് ചെയ്യാറ്. ഉള്ളൊഴുക്ക് ഉർവശി ചേച്ചിയുടെ കൂടെയൊക്കെ അഭിനയിക്കുന്ന സമയത്ത് എന്തായിരുന്നു അവരോടൊക്കെ സംസാരിച്ചിരുന്ന വിഷയമൊക്കെ എന്തൊക്കെയാ ചോദിച്ചിരുന്നേ? അത് പണ്ടല്ലേ, ഞാൻ മറന്നുപോയി. നല്ല രസമുണ്ടായി. നല്ല ഓർമ്മയുണ്ടോ? രസമൊക്കെ ഓർമ്മയുണ്ടോ? അതിൽ പാർവതി ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഡുവോലിംഗോ ലാംഗ്വേജ് ഫുൾ പഠിക്കുമായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും ചെയ്യും, ഫ്രണ്ട്സിനെ കുറിച്ച്. അങ്ങനെ ഫ്രണ്ട്സായി. അടിയെ കൂടിയോ? അടിയൊന്നും കൂടാത്ത ഫ്രണ്ട്സ്. ഭയങ്കര മാന്യമാണ് അല്ലേ? നല്ല കുട്ടിയാ? നല്ല കുട്ടിയാണ് ചീത്ത കുട്ടിയാണ്? അമ്മയടുത്ത് ചോദിക്കട്ടെ, അമ്മയെ കൂടെ വിളിക്കട്ടെ? വേണ്ട. അമ്മയടുത്ത് ചോദിച്ചാൽ കളി പൊളിയോ? കള്ളത്തരം പൊളി. വീട്ടിൽ ഭയങ്കര അടിയാ? ആരുമായിട്ടാ? ചേച്ചിയായിട്ട്. ഗുസ്തി. എന്തിനാ പ്രധാനമായിട്ട് അടി കൂടണേ?
എന്തെങ്കിലും സാധനം എടുക്കുന്നത് ചേച്ചിയുടെ എന്തൊക്കെയാ എടുക്കുക? ബുക്ക് സ്റ്റേഷനറി അയക്ക് വേണ്ടി വാങ്ങിക്കും, ജസ്സിന് വേണ്ടി വാങ്ങിക്കും, എന്നിട്ട് ജസ്സിനുള്ള തീർത്തിട്ട് അവിടെ പോയി എടുക്കും. യെസ്. റൈറ്റ്. അപ്പോൾ പൂരടി. എന്നിട്ട് അടിക്കുമോ? ചേച്ചി അടിക്കുമോ അത് നമ്മൾ തിരിച്ചടിക്കുമോ? അടിക്കാറ് അത്രയില്ല, എന്നാലും ചെറുതായിട്ട് അടിക്കും. ലാസ്റ്റ് മൊമെന്റിൽ അടിക്കും. ഞാൻ തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുക്കും. തിരിച്ച് അടിക്കുള്ളൂ, കടിക്കുമോ? അടിക്കും. അടിക്കും. പിന്നെ അടിച്ചാൽ മുടിമ പിടിച്ചു വലിക്കൽ അങ്ങനത്തെ കലാപരിപാടി ഉണ്ടോ? മുടിമ പിടിച്ചു വലിക്കല് ഇല്ല ഇല്ല. അതില്ല. എനിക്ക് നല്ല ഭാഗ്യം. ഫെയർ ആയിട്ടുള്ള അടിയാണ്, നിയമമുള്ള അടിയാണല്ലേ. ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. എങ്കിലും ദേഷ്യം വന്നാൽ ദേഷ്യം വന്നാൽ ചെയ്യും. ദേഷ്യം വന്ന് ഇടിക്കും. പക്ഷെ ഇത് അമ്മ വന്ന് അറിയുമ്പോൾ അമ്മയുടെ അടുത്ത് എങ്ങനെയായിരിക്കും അവതരിപ്പിക്കുക? ഞാൻ നല്ല കുട്ടി, യെസ്. ചേച്ചി ആണ് ഇതിനകത്ത് കുറ്റക്കാരി. ഇതെല്ലാം അമ്മ അവിടെ ഇരുന്ന് കാണുന്നത്. ഇതൊക്കെ അറിയാവുന്നതാണ്, അമ്മയ്ക്ക് അറിയാവുന്നതാണ് എന്തൊക്കെയാണ് ടെക്നിക്ക് എന്നുള്ളത്. അപ്പൊ കരഞ്ഞിട്ട് ചേച്ചി എന്നെ ഇവിടെ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത പാടൊക്കെ കാണിക്കുവോ? യെസ്. അത് സ്ഥിരം പരിപാടിയാണല്ലേ. പാടുണ്ടാക്കി കാണിക്കുവോ? ഇല്ല ഇല്ല. ഇല്ല, അതില്ല. ഉള്ള പാട് കാണിക്കും. ചിലപ്പോൾ നേരത്തെ ഉണ്ടായ പാടായിരിക്കും. അത് ഇപ്പോഴത്തെ അങ്ങനെയില്ല അടിയിലാണ് അങ്ങനെയില്ല സംഭവിച്ചതെന്ന് അങ്ങനെയില്ല പറഞ്ഞാൽ അങ്ങനെയില്ല, അത്രയും കള്ളത്തരയില്ല. അങ്ങനെയില്ല. അപ്പൊ എന്റെ ഒന്നും അത്ര ഫ്രോഡല്ല. അത് പണ്ട് ചെയ്യും. പണ്ട് ചെയ്യുമായിരുന്നു, കുറച്ചുകൂടി ചെറുതല്ലേ. ഇപ്പൊ പക്ഷെ അറിയാലോ, എല്ലാം കണ്ടിട്ടുള്ള. ഓ, പാടുകളെല്ലാം കണ്ടിട്ടുള്ളതാ. ഔട്ട് ഓഫ് ട്രിക്സ്. എന്നാ മേക്കപ്പ് ചെയ്ത് പാടുണ്ടാക്കാം നമുക്ക്. ചെറിയ കളർ പെൻസിൽ മേക്കപ്പ് ഒക്കെ ഹൈഡ് ചെയ്യും ആ സമയത്ത്. ഓ, ആ സമയത്ത് ഹൈഡ് ചെയ്യും. ഞാൻ മറന്നു എവിടെയാ വെച്ചേന്ന്. ഓ, അങ്ങനെയാണ് പ്രശ്നം. അത് അതിന്റെ ഒരു അടിയുടെ തീവ്രതയിൽ നിൽക്കുമ്പോഴാണ് അല്ലേ. പിന്നെ ഞാൻ ചെയ്താലും ഫേക്ക് ആയിരിക്കും. ആ, കണ്ടുപിടിക്കും. പക്ഷെ അഭിനയശേഷിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്നാ കണ്ടുപിടിക്കണേ? അവിടെ അഭിനയം നടക്കൂലല്ലേ, വീട്ടിൽ നടക്കൂല. പുറത്താണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ അടി, വേറെ കാര്യത്തിലൊന്നും അടിയില്ല. പഠിക്കുന്ന കാര്യത്തിൽ അമ്മ അടിക്കോ? പറയേ ഉള്ളൂ. ഹോംവർക്ക് സമയത്തിന് എഴുതിയില്ല, കളിച്ചു നോക്കാറില്ല. നോക്കാറില്ല. ഹോംവർക്കേ നോക്കാറില്ലല്ലേ. ഷൂട്ടിനൊക്കെ പോകുമ്പോൾ അപ്പം എങ്ങനെ മാനേജ് ചെയ്യും? ഞാൻ ക്ലാസ്സിൽ പോകാൻ നേരത്തെ നോട്ട്സ് അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഷൂട്ടൊക്കെ രാത്രിയൊക്കെ ആയിപ്പോയാൽ ചോദിക്കൂല നോട്ട്സ്. നോട്ട്സ് ഒന്നും ചോദിക്കില്ല. നാളെ പറ്റുവാണെങ്കിൽ പോവും. അവിടെ നിന്ന് നോട്ട്സ്. അപ്പോൾ ടീച്ചേഴ്സ് ഒന്നും പറയുന്നില്ല അല്ലേ? അറിയാം കുട്ടി ജോലി ചെയ്ത് ക്ഷീണിച്ച് വരികയാണ്, തളർന്നു വരികയാണെന്നൊക്കെയുള്ളത്. ഈ സെറ്റിലൊക്കെ പോകുമ്പോൾ ഭക്ഷണമൊക്കെ സമയത്തിന് കിട്ടിയില്ലെങ്കിൽ സങ്കടം വരുമോ? സമയത്തിന് കിട്ടും ചിലപ്പോൾ. സമയത്തിന് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ഇതുവരെ കിട്ടിയിട്ടുണ്ട്. എങ്കിലും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ചെറിയ വിഷമമൊക്കെ ആവും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ചോക്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ അത് കുഴപ്പമില്ല, മാനേജ് ചെയ്യും. എന്ത് കിട്ടാതെ വരുമ്പോഴാണ് സങ്കടം വരുന്നത്? ഫോൺ കിട്ടാതെ ഫോൺ. അതാണ്, ഫോൺ അമ്മ തരില്ല. അപ്പോഴാണ് വീട്ടിലും അതേ അടി. ഫോണിലാണോ? അല്ല, ടി വി ഉണ്ടല്ലോ. റിമോട്ടിന് അടിയുണ്ടോ? റിമോട്ടിനാണ് പൊരിഞ്ഞ അടി. ആ, ചേച്ചിയായിട്ടോ? പിന്നെ അച്ഛനും. അച്ഛൻ ന്യൂസ് വെക്കും. ന്യൂസ്, വേറെ മൂവീസ്, മലയാളം മൂവീസ്. അപ്പൊ പുതിയൊരു ടി വി ആണ് മേടിക്കണം. പറയണം, ഒരു തീരുമാനം ഉണ്ടാക്കണം നമുക്ക്. എനിക്കൊരു ഐപാഡ് വാങ്ങിക്കണം. എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിനകത്ത് കാണണം. ഗുഡ് ഐഡിയ. അടുത്ത പ്രാവശ്യം സിനിമയിൽ അഭിനയിക്കാൻ പറയുമ്പോൾ പറയണം, ഇങ്ങനെ ഒരു കണ്ടീഷൻ വെക്കണം, ഞാൻ അഭിനയിക്കാം പക്ഷേ എനിക്ക് ഐപാഡ് കിട്ടണം. ഇതായിരിക്കണം എൻ്റെ റിട്ടേൺ ഗിഫ്റ്റ്. അടുത്ത സിനിമയിൽ നമുക്ക് അങ്ങളും ഉള്ള ചാൻസ് കൂടി കളയാൻ നോക്കണതാ പറയരുത്.